അച്ഛനിപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് പറയണ പോലെ അച്ഛൻ ഒരു ബ്രേവായിട്ടും കാം ആൻഡ് ജെന്റിൽ ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ തീർച്ചയായും ഒരു മകൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. സ്വന്തം അച്ഛൻ, എല്ലാവർക്കും അറിയാം അച്ഛനും അമ്മയും ഒരു കാലം ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ച് വെടിയേറ്റ് മരിക്കുക എന്നുള്ളത് ഒരു മകൾക്കും ഒരു ലോകത്തും നടക്കരുത്. അതിജീവിച്ചത് എനിക്ക് തോന്നുന്നു അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങൾ തന്നെയാണ്. അച്ഛൻ എപ്പോഴും പറയുക, എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ കിടന്ന് ബഹളം വെച്ച് കരയരുത്, ആ ക്രൈസിസ് എന്താന്ന് മനസ്സിലാക്കി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നോക്കുകയാണ് വേണ്ടത്, ബഹളം വെക്കരുതെന്നാണ് അച്ഛൻ പറയുക. പക്ഷെ ഞാൻ ആദ്യം ബഹളം വെച്ചിരുന്നു. ഞാൻ അച്ഛാന്ന് ഉറക്ക വിളിച്ച ആ ഷോട്ടിൽ, ആ ഗൺ ഷോട്ടിൽ അച്ഛാന്ന് ഉറക്ക വിളിച്ച് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ എൻ്റെ മക്കൾ അലറിയ ആ ഒരു ഇതിലാണ് ഐ കെയിം ടു മൈ സെൻസസ്. ഞാൻ അമ്മയാണല്ലോ, എനിക്ക് എൻ്റെ മക്കൾ പറഞ്ഞു ലെറ്റ്സ് മൂവ് അമ്മ, ലെറ്റ്സ് മൂവ് എന്ന് പറഞ്ഞപ്പം പിന്നെ ഞാനൊന്നും ഓർത്തില്ല. കാരണം അച്ഛൻ ഇഞ്ചേർഡ് ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാനൊക്കെ നോക്കിയെന്നെ, വല്ല ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ സ്വെറ്റർ ഊരി എന്തെങ്കിലും വെച്ചിട്ട് ഐ നോ ദാറ്റ് ഐ കനോട്ട്, അച്ഛനെ കൊണ്ട് ഓടാനൊന്നും പറ്റില്ല. പക്ഷെ എനിക്കറിയായിരുന്നു അച്ഛൻ പോയി. അപ്പോൾ പിന്നത്തെ എൻ്റെ മക്കളെ സേവ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അമ്മയാവുമ്പോൾ നമ്മളെക്കാളും മക്കളെയും കൊണ്ട് ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ പാനിക് ആവാണ്ട് ചിന്തിച്ചു എങ്ങനെ പോകണം. അപ്പോഴാണ് ഈ അങ്ങോട്ട് പോകുമ്പോൾ പോണി റൈഡേഴ്സ് പറഞ്ഞതാണ്, കുതിരയ്ക്ക് ഓർമ്മയുണ്ടാവും എങ്ങനെയാണ് പോയെന്ന്. അവരെന്നും പോണ കുതിരകളാണ്, അപ്പം അവർക്ക് വഴി അറിയാം, അവരെ വഴി തളിച്ചു വിടേണ്ട, അവർക്ക് വഴി അറിയാം. അപ്പം ഞാൻ മക്കളോട് പറഞ്ഞു ലെറ്റ്സ് ഫോളോ ഈ കുതിരയുടെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഏരിയ എത്തിയപ്പോൾ ഇത്രയും കൂടി ക്രൗഡായിട്ടുള്ള ആൾക്കാർ, എല്ലായിടത്തുനിന്നും ഓടി വരുന്ന ആൾക്കാരെയൊക്കെ കണ്ടു. പിന്നെ അവരുടെ കൂടെ ആ ഒഴുക്കിൽ അങ്ങനെ ഓടി പിന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ താഴേക്ക് നമുക്കിങ്ങനെ ടൗണിന്റെ ഷെൽട്ടറൊക്കെ കാണാൻ തുടങ്ങി.